ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാക്യം വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 25, 26, 27 വാക്യങ്ങൾ. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല. എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും. എൻ്റെ അന്തരംഗം എൻ്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നുവെന്നും ഒടുവിൽ അവിടുന്ന് പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്കിങ്ങനെ അഴുകിപ്പോയ ശേഷം ഞാൻ ദേഹസന്നിധനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവിടുത്തെ കാണും, മറ്റാരുമല്ല. എൻ്റെ സ്വന്തം കണ്ണ് തന്നെ അവിടുത്തെ കാണും. ഇയ്യോബിൻ്റെ പുസ്തകം ഏതാണ്ട് ഏറ്റവും ആദ്യം എഴുതിയ പുസ്തകങ്ങളിൽ പെടുന്നതാണ്. അബ്രഹാമിന് സമകാലീനനായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നു. ഇതൊക്കെ ചരിത്ര കാര്യങ്ങളിൽ. പക്ഷേ ആ മനുഷ്യന് പോലും അദ്ദേഹത്തിൻ്റെ വീണ്ടെടുപ്പുകാരനെക്കുറിച്ചൊരു വെളിപ്പാടുണ്ടായിരുന്നു എന്നതാണ്, യേശുക്രിസ്തുവിനെക്കുറിച്ചൊരു വെളിപ്പാടുണ്ടായിരുന്നു എന്ന് നമുക്ക് ആഴത്തിൽ പഠിച്ചു ചെല്ലുമ്പോൾ മനസ്സിലാകും. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നുവെന്നും ഒടുവിൽ അവിടുന്ന് പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ അഴുകിപ്പോയ ശേഷം ഞാൻ ദേഹസന്നിധനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവിടുത്തെ കാണും, മറ്റാരുമല്ല. എൻ്റെ സ്വന്തം കണ്ണ് തന്നെ അവിടുത്തെ കാണും എന്ന് എഴുതി വച്ചിരിക്കുന്നു. ഇത് പറയുന്നത് ഈ ഉള്ളിലിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇയ്യോബിൻ്റെ പുറത്തെ ദേഹമെല്ലാം അന്നേരം പുഴുവായി അല്ലെങ്കിൽ വ്രണമായി ചീഞ്ഞഴുകി നിൽക്കുന്ന സമയത്താണ്. ഇവിടെ എഴുതിയിരിക്കുന്നു, ഉള്ളിലുള്ളവന് ഹൃദയം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹൃദയം ഉണ്ടെങ്കിൽ അവൻ എല്ലാ ഫീലിങ്സും എന്ന് പറഞ്ഞാൽ എല്ലാ വികാരങ്ങളും ഉണ്ട് എന്നതാണ് മർമ്മം. ഇതൊരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ഉള്ളിലുള്ള മനുഷ്യനെക്കുറിച്ച് ഈ കാര്യം പറയുന്നത്. ഇനി സങ്കീർത്തനം 7:9 നിർത്തി. ദുഷ്ടന്റെ ദുഷ്ടത തീർന്നു പോകട്ടെ, നീതിമാനെ നീ ഉറപ്പിക്കണമേ. നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ. ദുഷ്ടൻ്റെ ദുഷ്ടത അവസാനിക്കട്ടെ, അവിടുന്ന് നീതിയെ സ്ഥാപിക്കണമേ. നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും മനസ്സുകളെയും പരിശോധിക്കുന്നുവല്ലോ എന്ന് ഇതിനകത്ത് എഴുതിയേക്കുന്നു. അതിനകത്ത് ഇന്ദ്രിയങ്ങൾ എന്നെഴുതിയേക്കുന്നു, അന്തരിന്ദ്രിയങ്ങൾ. പക്ഷേ യഥാർത്ഥ തർജ്ജിമ അന്തരംഗം എന്നാണ്, അന്തരംഗം എന്നാണ് എഴുതിയേക്കുന്നത്. ചില ബൈബിളിൽ ഹൃദയവും അന്തരംഗവും എന്ന് എഴുതിയേക്കുന്നു, ചില ബൈബിളിൽ ഹൃദയവും മനസ്സും എന്ന് എഴുതിയേക്കുന്നു. സത്യവേദ പുസ്തകത്തിനകത്ത് ഹൃദയവും അന്തരിന്ദ്രിയങ്ങളും എന്നെഴുതിയേക്കുന്നു. മനുഷ്യൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ വിളിക്കുന്നതാണ് അന്തരംഗം. പിരിച്ചെഴുതിയാൽ അന്തർ അംഗം എന്ന് പറഞ്ഞാൽ അന്തരംഗം എന്നാണ് വായിക്കുന്നതെങ്കിലും അത് പിരിച്ചെഴുതുമ്പോൾ അത് ശരിക്കും വരേണ്ടത് അംഗം എന്നാണ്. അതായത് അന്തർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, അംഗം എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ, അല്ലെ ഒരു മനുഷ്യൻ, ഒരു വ്യക്തി. ഇനി ആ ഉള്ളിലുള്ള മനുഷ്യൻ, അവനാണ് അകത്തെ മനുഷ്യൻ, അല്ലെങ്കിൽ ഉള്ളിലിരിക്കുന്നവൻ യഥാർത്ഥ മനുഷ്യൻ. അവനെയാണ് യഹോവ സത്യത്തിൽ പരീക്ഷിക്കുന്നത്, ദൈവം പരീക്ഷിക്കുന്നത്. കാരണം വെളിയിലിരിക്കുന്നവൻ വെറും മണ്ണാണ്, അല്ലെങ്കിൽ അവൻ മാംസമാണ്. ഉൽപ്പത്തി പുസ്തകം 6:5 വായിച്ചേ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നതും അവൻ്റെ എല്ലാ ഹൃദയ വിചാരങ്ങളും എല്ലായ്പ്പോഴും ദോഷത്തിലേക്കാകുന്നുവെന്നും യഹോവ കണ്ടു എന്ന് നമ്മൾ വായിക്കുന്നത് ഉൽപ്പത്തി 6:5 ആയതുകൊണ്ട് അത് ആ ജലപ്രളയത്തിന് മുമ്പുള്ള സാഹചര്യമാണ്. എന്നാൽ മോശ എഴുതി വച്ചിരിക്കുന്നു അവൻ്റെ ആയുസ് 70 അല്ലെ 80. അപ്പോൾ ഈ 70 അല്ലെ 80 വർഷം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മണ്ണല്ല പ്രശ്നം. ഈ മണ്ണിനകത്ത് ജീവിച്ചിരിക്കുന്ന യഥാർത്ഥ മനുഷ്യനാണ് പ്രശ്നം എന്നാണ്. അവനെയാണ് ദൈവം പരീക്ഷിക്കുന്നത്. അവന് എങ്ങനെ കേട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അവൻ്റെ ഹൃദയ വിചാരങ്ങൾ മൂലം അതിന് കേട് സംഭവിച്ചു എന്ന് എഴുതിയേക്കുന്നത്. അവൻ്റെ ഹൃദയ വിചാരങ്ങൾ അവനെ ദോഷത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കേടിലേക്ക്, അവന് കേടുണ്ടാകാനുള്ള കാരണം അവൻ്റെ ഹൃദയ വിചാരങ്ങൾ മൂലമാണ് എന്ന് വചനം എഴുതിയിരിക്കുന്നു. അപ്പോൾ വെളിയിലിരിക്കുന്നവൻ ബുദ്ധിയുടെ ശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിയിൽ കാണുന്ന 70 അല്ലെ 80 വർഷം ജീവിക്കുന്ന മനുഷ്യൻ ബുദ്ധിയുടെ ശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നു. ഉള്ളിലിരിക്കുന്നവൻ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഒരു ചോദ്യം, ഏത് ആത്മാവിൻ്റെ ശക്തി എന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ സാത്താനാൽ നയിക്കപ്പെടുന്ന ദുരാത്മാവ്. ഇതിലേതായാലും ഒന്ന് ഉള്ളിലിരിക്കുന്നവനെ നടത്തിയാൽ
അത് അനുസരിച്ച് അവൻ നയിക്കുന്നു. അതായത് ഇതിലേത് ആണെന്ന് ആശ്രയിച്ചിരിക്കും ആ മനുഷ്യൻ്റെ വെളിപ്പെടൽ. ഇതേതാണെന്ന് ആശ്രയിച്ചായിരിക്കും ആ മനുഷ്യൻ വെളിപ്പെടുന്നത്. അത് ആ മനുഷ്യൻ വെളിപ്പെടുത്തും. നമ്മളൊരു വ്യക്തിയെ ഒരല്പസമയം അല്ലെങ്കിൽ കുറച്ച് നേരം നമ്മൾ അയാളെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഉള്ളിൽ ഏത് ആത്മാവാണ് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റും. വെളിയിലിരിക്കുന്നവൻ എപ്പോഴും ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഉള്ളിലിരിക്കുന്നവൻ ഈ രണ്ടിലേതേലും ഒരാത്മാവിനെ കൊണ്ട് അവൻ്റെ പ്രവർത്തികൾ അവൻ്റെ ജീവിതവും വെളിപ്പെടുത്തിക്കൊണ്ടുവരും. അപ്പോൾ ഈ വെളിയിലിരിക്കുന്നവനെ വെച്ച് നമുക്കൊരാളിനെ മനസ്സിലാക്കാൻ പറ്റില്ല. അകത്തിരിക്കുന്നവൻ, ബുദ്ധിയുടെ മേഖലയിൽ മാന്യരായിട്ട് ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ അകത്തിരിക്കുന്നവനെ പരിശുദ്ധാത്മാവാണോ അകത്തിരിക്കുന്നവനെ ഈ ദുരാത്മാവാണോ നയിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇതിനകത്തൊരു വചനഭാഗം കൂടെ ഉണ്ട്. മത്തായി സുവിശേഷത്തിനകത്ത് 16-ാം അധ്യായത്തിൽ, മത്തായി 16-ാം അധ്യായത്തിൽ പത്രോസ് അതിൻ്റെ 21-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, അപ്പോൾ മുതൽ യേശു താൻ ജെറുസലേമിലേക്ക് പോകേണ്ടതാണെന്നും മൂപ്പന്മാർ, മുഖ്യ പുരോഹിതന്മാർ, വേദജ്ഞർ എന്നിവരാൽ കഷ്ടം സഹിച്ച് കൊല്ലപ്പെടേണ്ടതാണെന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും ശിഷ്യന്മാർക്ക് വിശദീകരിച്ച് കൊടുക്കാൻ തുടങ്ങി. സത്യത്തിൽ യേശു ഭൂമി വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ശിഷ്യന്മാർക്ക് വിശദീകരിക്കാൻ തുടങ്ങിയപ്പം പത്രോസ് അദ്ദേഹത്തെ മാറ്റി നിർത്തി ശാസിച്ചു, കർത്താവേ, അതൊരിക്കലും പാടില്ല, അങ്ങേക്ക് അതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. യേശു തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എൻ്റെ പുറകിൽ പോകുക, നീ എനിക്കൊരു പ്രതിബന്ധമാണ്, നീ ദൈവത്തിൻ്റെ കാര്യങ്ങളല്ല മനുഷ്യരുടെ കാര്യങ്ങൾ അത്ര ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കാര്യം പറഞ്ഞാൽ പത്രോസ് യേശുവിനോട് പറഞ്ഞ് അങ്ങനെയൊന്നും സംഭവിക്കരുതെന്ന് പറഞ്ഞെങ്കിലും ദൈവം അവനെ ശാസിക്കുക ചെയ്തത്. കാരണം ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വിരുദ്ധമായിട്ട് ഒരുവൻ സംസാരിച്ചു വരുന്നു എങ്കിൽ അവൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല, സാത്താൻ്റെ ദുരാത്മാവാണ്. സാത്താൻ എന്ന ദുരാത്മാവാണ്. ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലാണ് ഒരു വ്യക്തി വസിക്കുന്നതെങ്കിൽ, വഹിക്കുന്നതെങ്കിൽ, നടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ മറ്റൊരു വ്യക്തിയുമായി നമുക്ക് ചില സമയങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകും ആ വ്യക്തി വെളിപ്പെടുത്തും അയാളുടെ ഉള്ളിലുള്ളത് ഇന്ന ആത്മാവാണെന്ന്. ഇത് തന്നെയാണ് ഇവിടെ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഇയ്യോബിന് മനസ്സിലായി, ഞാനത് എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഈ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഒരു പേര് പോലും കേൾക്കാത്ത ഒരു കാലഘട്ടത്തിൽ ജോബ് അല്ലെങ്കിൽ തന്നിനുള്ളിലൂടെ പരിശുദ്ധാത്മാവ് എഴുതി വെക്കുകയാണ്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്നും ഒടുവിൽ അവിടുന്ന് പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഇത് ഈ വിശുദ്ധ സത്യവേദ പുസ്തകം എന്ന് പറയുന്നത് ബ്രദർ മാത്യൂസ് വർഗീസ് എന്ന് പറയുന്ന ഒരു ദേവദാസൻ ഒരു ബൈബിൾ ഇറക്കിയിട്ടുണ്ട്. അതിനകത്താണ് ഇത് ഏറ്റവും യോഗ്യമായിട്ട് എഴുതിയിരിക്കുക. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ അന്ത്യനാളിൽ ഭൂമിയുടെ മേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസന്നിധനായി ദൈവത്തെ കാണും, ഞാൻ തന്നെ അവനെ കാണും, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു. അവിടെ പറയുന്ന ഹൃദയം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്ന അകത്തെ മനുഷ്യൻ്റെ കേന്ദ്രഭാഗമാണ്. എന്നാൽ പുറത്തെ മനുഷ്യൻ്റെ കേന്ദ്രഭാഗം അവൻ്റെ തലച്ചോറും തലച്ചോറിലുള്ള അവൻ്റെ ബുദ്ധിയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ തലച്ചോറിൻ്റെ ബുദ്ധിയൊക്കെ പറയുകയാണ്, എൻ്റെ പുറത്തെ മനുഷ്യൻ, എൻ്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ചു, എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ചു എന്നൊക്കെ ബുദ്ധി പറഞ്ഞപ്പോൾ അവൻ്റെ അകത്തെ മനുഷ്യൻ്റെ കേന്ദ്രമായ ഹൃദയം, ആ ഹൃദയം എന്നാണ് അത് പറയുന്നത്. ആ ഹൃദയഭാഗം പറയുന്നു, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ അന്ത്യനാളിൽ ഭൂമിയുടെ മേൽ നിൽക്കുമെന്നും ഒക്കെ ഞാൻ അറിയുന്നു. അദ്ദേഹത്തിന് പ്രത്യാശയുണ്ട്. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദൈവസന്നിധിയിൽ ദൈവത്തെ കാണുമെന്നും അദ്ദേഹത്തിന് പ്രത്യാശയുണ്ട്. ഞാൻ തന്നെ അവനെ കാണും, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ പ്രത്യാശയിലും ഉറപ്പിലും നിന്ന ഇയ്യോബ് ഏതാണ്ട് തൻ്റെ ആ ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ അവസാന അധ്യായം 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം അതിൻ്റെ 42-ൻ്റെ 10 പറയുന്ന, ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അദ്ദേഹത്തിൻ്റെ സ്ഥിതി പുനഃസ്ഥാപിച്ചു. ഇയ്യോബിന് മുമ്പുണ്ടായിരുന്നല്ലോ യഹോവ അദ്ദേഹത്തിന് ഇരട്ടിയായി കൊടുത്തു. അതായത് വെളിപ്പാട് പ്രാപിച്ചവൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നാൽ അവൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിൻ്റെ സമയത്ത് അവനതെല്ലാം ഇരട്ടിയായി മടക്കി കൊടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിനായും ദൈവരാജ്യത്തിനായും വ്യക്തമായി നിലനിൽക്കാൻ തീരുമാനിച്ചാൽ ഇന്ന് ചില പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നാളെ ദൈവം നിങ്ങളെ യോഗ്യമാക്കി നിർത്തും
എന്ന് വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് ഉറപ്പായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിനോട് ദൈവം ഇടപെടണമേ. അവരിന്ന് തകർച്ചകളിലാണെങ്കിൽ എനിക്കൊരു ഭാവി എന്ത്, എൻ്റെ ഭാവി എന്ത്, എനിക്കൊരു പ്രത്യാശയില്ല എന്നൊക്കെ ഭാരപ്പെടുന്നെങ്കിൽ കർത്താവേ, ഇയ്യോബിൻ്റെ പുസ്തകം അവർക്ക് ജീവിതത്തിൽ ഉറപ്പും ബലവും നൽകണമേ. ദൈവത്തെ കാത്തിരിക്കുവാൻ, തെറ്റായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കണമേ. കർത്താവെ, ഈ ഭൂമിയിൽ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോയതെല്ലാം ഇരട്ടിയായി മടക്കി കൊടുത്ത് അവരെ അനുഗ്രഹിക്കുന്നത് കാണിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം കർത്താവെ, ആ ദൈവത്തോട് നിലവിളിക്കുവാൻ ദൈവം അവരെ സഹായിക്കണമേ. ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.